എന്തിനിങ്ങനെ സ്പോയിലർ ആവുന്നത്? ശരിക്കും എനിക്ക് നല്ല ദേഷ്യം. മൂവിയിലുള്ള ഏറ്റവും വലിയൊരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റാണത്. ഹലോ നമസ്കാരം. ഓക്കെ, അപ്പോൾ ഞാനൊരു കുഞ്ഞ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഇന്നലെ രാത്രി മുതൽ ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണ്. എന്തെന്ന് എനിക്കറിയത്തില്ല. അത് എത്ര ഞാൻ വിട് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. ലൈക്ക് എനിക്കിപ്പോൾ ഞാനൊരു മൂവി കാണാൻ പോകുന്നുണ്ടെങ്കിൽ റിവ്യൂ ഒക്കെ കണ്ടിട്ട് സിനിമ കാണാൻ പോകാറുണ്ട്. പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തേങ്ങാകൊല മീഡിയ ഇടും, റിവ്യൂ ഒക്കെ എടുത്തൊക്കെ ഇടൂല. പക്ഷെ ഞാൻ ഒന്നും നോക്കാറില്ല. അറ്റ്ലീസ്റ്റ് അവരുടെ പോസ്റ്റർ പോലും ഞാൻ മര്യാദയ്ക്ക് നോക്കാറില്ല. അങ്ങനെയാണ് ഞാൻ സിനിമ കാണാൻ പോകാറുള്ളത്. പക്ഷെ ഇന്ന് വൈകുന്നേരം നമ്മൾ അതിരടി മൂവി കാണാൻ പോകാൻ നിൽക്കുന്നതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുന്നുണ്ട്. ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ഉണ്ടാകുമായിരുന്നു ഇന്നലെ അവർ വേൾഡ് വൈഡ് അതിരടി മൂവി റിലീസ് ചെയ്യുന്നുള്ളത് അല്ലേ. അപ്പോൾ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്, എന്നൊക്കെ പേഴ്സണൽ അറിയുന്ന ഒരാളും കൂടിയാണ്. അവനതിൻ്റെ ആ സിനിമയിലുള്ള ഏറ്റവും വലിയൊരു ട്വിസ്റ്റ്, ഒരു അൺഎക്സ്പെക്റ്റഡ് സീന് അവനത് ക്യാപ്ചർ ചെയ്തിട്ട് സ്റ്റോറി ഇട്ടേക്കുന്നു. മനസ്സിലായി, അവൻ പോയി കണ്ടു എന്ന് മനസ്സിലായി. ഞാൻ നോക്കിയിട്ടില്ല. നെക്സ്റ്റ് സ്റ്റോറി നോക്കേണ്ട ആവശ്യമില്ല. അതൊരു വലിയ തേങ്ങ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ആളെ മെൻഷൻ ചെയ്തിട്ട് റിയലി അൺഎക്സ്പെക്റ്റഡ് എന്ന് എനിക്ക് മനസ്സിലായി. അതിൽ ആ ആളുണ്ടെന്ന്. ലൈക്ക് ആ സിനിമയിലുള്ള ഒരാൾ പോലും റിവീൽ ചെയ്തിട്ടില്ല. ആ ആളുടെ ഇൻസ്റ്റാഗ്രാമിൽ ആ സിനിമയെ കുറിച്ച് ഒരു പോസ്റ്ററോ ഒരു കാര്യങ്ങളും ഇല്ല. ഷിറ്റ്, ഞാനത് തിയേറ്ററിൽ കാണുമിങ്ങനെ എനിക്കത് ആലോചിച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ അവന് പേഴ്സണലി മെസ്സേജ് അയക്കുകയും ചെയ്തു. എനിക്ക് ആ ഒരു ഫീല് ലൈക്ക് കിട്ടേണ്ടതല്ലേ, ലൈക്ക് അതാണ് പോയിട്ടുള്ളത്. സോ എനിക്കത് ആ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ഐ വാസ് ലൈക്ക് ഷിറ്റ്, അവൻ എന്തിനാ അത് ഇട്ടത്? ഞാൻ പറഞ്ഞിട്ട് എന്നെ ഡിലീറ്റ് ചെയ്യും. ഞാനോ കണ്ടു കുറേ ആൾക്കാർ കാണണ്ടാന്ന്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. സോ ആരെങ്കിലും മൂവി പോയി കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ, എൻജോയ് ചെയ്തോളൂ. പക്ഷെ എന്താണ് സ്പോയിലർ ആവുന്നുള്ളത്? എന്തിനാണ് അതിൻ്റെ ഒരു ക്ലിപ്സൊക്കെ എടുത്തിട്ട് സ്റ്റോറി ഇടുന്നത്? ഒരു റാൻഡം ക്ലിപ്പാണെങ്കിൽ ഫൈൻ, പക്ഷെ ആ ട്വിസ്റ്റാണത്. അതാണ് ഒന്നും പറയാനില്ല. ഞാൻ വിചാരിക്കുന്നുണ്ട് അവൻ എന്തിനു വേണം? ഒരാവശ്യമില്ല, പോയി കണ്ടാൽ പോരെ, എന്തിനെങ്ങനെ സ്പോയിലർ ആവുന്നതെന്ന്. ഓക്കെ ശരി, അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.